നൊബേൽ ചരിത്രപരമായി കമ്മ്യൂണിസ്റ്റ് വിരുദ്ധർക്കുള്ളതാണെന്നൊന്നും പറയാൻ കഴിയില്ല. ഗബ്രിയേൽ ഗാർഷ്യ മാർക്വേസ് എല്ലാ കാലവും ഇടതുപക്ഷം ചേർന്നു നിന്നയാളാണ്. ആ മാർക്വേസിന് നൊബേൽ കിട്ടുന്നത് 1982-ലാണ്. അക്കാലത്ത് ഇപ്പോഴത്തെ ജേതാവായ ലാസ്ലോ ക്രാസ്നോ ഹോർക്കയുടെ കമ്മ്യൂണിസത്തിനെതിരെയായ ആദ്യ പുസ്തകം കയ്യെഴുത്തു പ്രതിയായി പ്രചരിച്ചിരുന്ന ഒരു കാലമാണ്. നമുക്ക് സമാധാനത്തിന് നൊബേൽ കിട്ടിയ മരിയ കൊരീന മച്ചാഡോയിൽ നിന്നും ആരംഭിക്കാം. സോഷ്യലിസ്റ്റ് കോട്ടകളിൽ നിന്ന് പോലും പ്രതിനിധികളെ ജയിപ്പിക്കാൻ മാത്രം ശക്തമായ മുന്നേറ്റമാണ് മരിയ കൊരീന വെനസ്വേലയിൽ നടത്തിയത്. പുരുഷാധിപത്യത്തിന്റെ രാഷ്ട്രീയ സംവിധാനത്തിലാണ് മരിയ മാറ്റം കൊണ്ടുവന്നത്. മരിയ മാത്രമല്ല, നിരവധി വനിതകളാണ് മരിയയ്ക്ക് പിന്നാലെ സഭയിലേക്ക് എത്തിയത്. സോവിയറ്റ് യൂണിയൻ തകർന്നിട്ടും സോഷ്യലിസ്റ്റ് പക്ഷത്ത് ഉറച്ചുനിന്ന രാജ്യമാണ് വെനസ്വേല. പ്രൈമറിയിൽ 93% വോട്ട് നേടിയിട്ടും മരിയയ്ക്ക് 2023 സ്ഥാനാർത്ഥിയാകാൻ കഴിഞ്ഞില്ല. നിക്കോളാസ് മറുഡോയുടെ പക്ഷത്തിന്റെ വിലക്കായിരുന്നു അതിന് കാരണം. ഇത്രയൊക്കെ മരിയയെക്കുറിച്ച് പറഞ്ഞു കഴിയുമ്പോൾ അവർ വിശാല ജനാധിപത്യത്തിന്റെ വക്താവാണെന്നൊന്നും തോന്നും. അങ്ങനെയല്ല. ഇസ്രയേലിന് പൂർണ്ണ പിന്തുണ കൊടുക്കുന്ന രാഷ്ട്രീയമാണ് മരിയയുടേത്.